ഹായ് കൂട്ടുകാരെ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈശ്വരനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഞാൻ ഈ രാമായണ മാസം തന്നെ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ രാമായണ മാസത്തെ എൻ്റെ ആദ്യ വീഡിയോ ശ്രീരാമനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടാകട്ടെ. അച്ഛൻ്റെ വാക്കിന് വില കൊടുക്കാൻ സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ശ്രീരാമൻ. പുത്രനെ കാണാതിരിക്കുന്നത് താങ്ങാനാവാതെ കണ്ണീരിന്റെ സാഗരത്തെ സാക്ഷിയാക്കി ജീവിക്കുന്ന ദശരഥ മഹാരാജാവ്. സ്ത്രീത്വത്തിന്റെ പ്രപഞ്ച പ്രകാശമായ സീത. ജ്യേഷ്ഠനെ ദൈവമായി കരുതി മെതിയടിയെ പ്രതീകമാക്കി സിംഹാസനത്തിലിരിക്കാതെ രാജ്യം ഭരിച്ച ഭരതൻ. തൻ്റെ ഓരോ ശ്വാസവും ജ്യേഷ്ഠന് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിച്ച ലക്ഷ്മണൻ. പ്രാണനെ പരമാണുവിൽ സമർപ്പിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ഒരു ഇച്ഛയ്ക്ക് പോലും തൻ്റെ ഒരു ശ്വാസനിശ്വാസം കൊണ്ട് പോലും നീരസം കാട്ടാത്ത സർവസംഘ പരിത്യാഗ പ്രകാശമായ സ്ത്രീത്വ പുണ്യം ഊർമിള. ദാസ്യഭക്തിയുടെ പ്രപഞ്ച ശക്തി സ്വരൂപമായ ശ്രീ ഹനുമാൻ സ്വാമി. സർവജ്ഞാനം ആർജിച്ചെങ്കിലും 10 തലയുണ്ടായിട്ടും ഗുരുത്വമില്ലായ്മ കൊണ്ട് നിലത്ത് വീഴേണ്ടി വന്ന രാവണൻ. സമാനതകളില്ലാത്ത ശക്തി സ്വരൂപം ബാലി. സമർപ്പണ സ്വായുജ്യത്തോടെ ജീവിച്ച സുഗ്രീവൻ. മാതൃസ്വരൂപം കൗസല്യ. സർവ ദുരന്തങ്ങൾക്കും കാരണഭൂതയായി ഈശ്വരിയും പരദൂഷണവും ജന്മകർമ്മമാക്കി നുണ പറഞ്ഞാലേ പുണ്യം കിട്ടൂ എന്നു കരുതി ജീവിച്ച മന്ദര. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ. ഓരോ കഥാപാത്രത്തെ കൊണ്ടും പ്രപഞ്ച ജീവിതത്തിന്റെ സമഗ്രതയുടെ അംഗം സൃഷ്ടിച്ച ആദികവി വാൽമീകി. സമാനതകളില്ലാത്ത കാവ്യം. ലവനും കുശനും ഇപ്പോഴും ആ കാവ്യവരികൾ പാടിക്കൊണ്ടിരിക്കുന്നു. നന്മയുടെ ഹൃദയസുഗന്ധം സൂക്ഷിക്കുന്നവർക്ക് ആ ശീലുകൾ സംഗീത സുരഭിലമായി ഹൃദയം കൊണ്ട് കേൾക്കാം, ആസ്വദിക്കാം. അതുകൊണ്ടാണ് നിലവിളക്കിന് സമീപം വരുന്ന ഭക്തിസാന്ദ്രമായി ചൊല്ലുന്നത്. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമം. ഇങ്ങനെ ചൊല്ലിയാൽ ഉള്ളിലെ ഇരുട്ട് മാറി പ്രകാശം പരക്കും. പ്രപഞ്ചനാഥം ഓരോ കോശത്തിലും നിറഞ്ഞു തുളുമ്പും. നന്ദി. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത കഥയുമായി വീണ്ടും കാണാം.